ാണ് എന്നെ കല്യാണത്തിന് ഒരുക്കിയത് നിമ്മിയാന്റിയാണ്. എൻ്റെ ചെറിയമ്മയും നിമ്മിയാന്റിയും വലിയ അടുപ്പായിരുന്നു. അപ്പൊ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോഴത്തേക്ക് നിമ്മിയാന്റിയുടെ അടുത്ത് പോകും. അപ്പൊ നിമ്മിയാന്റിയുടെ മോളാണ് നിലുഫർ. അപ്പൊ ഞാൻ ഈ കുട്ടിയുടെ അടുത്ത് പോയിട്ടില്ല എന്നല്ല, പോയിട്ടുണ്ടാകും. മുട്ടൊന്ന് ഊരിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഷർട്ടിന്റെ ഉള്ളിൽ കൂടെ നമ്മുടെ അണ്ടർഗാർമെന്റ്സ് ഒക്കെ കാണാം. ഡോക്ടർ അവർ ലേഡീസ് മാത്രം നിൽക്കുന്നത് നമ്മൾ അയാൾ അതൊക്കെ മെറ്റാ ക്ലാസ്സിൽ ഷൂട്ട് ചെയ്ത് പോയിട്ടുണ്ട്. എനിക്ക് അതിനോടാണ് ദേഷ്യം. അല്ലാതെ ഗീതാലക്ഷ്മിയുടെ ജീവിതം അപായപ്പെടുത്തിയോ അയാളുടെ ഒരു മുഖം ഞങ്ങൾ പൊള്ളിക്കുകയോ അതിലൊരു ബേൺ മാർക്ക് അതൊന്നും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ വീഡിയോൻ്റെ പാർട്ട് 1 ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം ഈ വീഡിയോൻ്റെ തന്നെ പാർട്ട് 2 ഞാൻ നാളെ രാവിലെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം, ഈ ഒരു വീഡിയോ ഞാൻ എടുത്ത് പോവുകയാണെങ്കിൽ വളരെയധികം ലെങ്തി ആവാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. മേ ബി 1 മണിക്കൂറൊക്കെ പോവാം. അപ്പോൾ എനിക്കറിയാം 1 മണിക്കൂറൊന്നും ഒരു മനുഷ്യനും ഒരു ഇങ്ങനത്തെ റിയാക്ഷൻ വീഡിയോ പോലുള്ള കാര്യങ്ങളൊന്നും ഇരുന്ന് കാണാൻ പറ്റില്ല. പക്ഷേ ഷോർട്ട് ചെയ്തുകൊണ്ട് പറയേണ്ട ഒരു കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ ഇന്നും നാളെയായിട്ട് ഞാൻ ഇടാൻ പോകുന്ന 2 കോണ്ടൻ്റാണ്. ആദ്യത്തെ ഒരു കോണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ക്ലിനിക്കൽ സൈഡിൽ നിന്ന് അവിടുത്തെ ഡോക്ടർ സംസാരിക്കുന്ന കുറച്ച് റെക്കോർഡിങ് കാര്യങ്ങൾ ഒരു ചാനലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയും. നാളെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് കല്യാണി എന്ന് പറയുന്ന ആ ഇൻഫ്ലുവൻസർ ആളുടെ യൂട്യൂബ് ചാനലിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ആളുടെ അഭിപ്രായങ്ങൾ പറയുന്ന ഒരു വീഡിയോയുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ മേർജ് ചെയ്തിട്ട് 2 വീഡിയോ ആയിട്ട് ഇടുക. പിന്നത്തെ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ എന്തായാലും നാളത്തെ എൻ്റെ വീഡിയോയും കാണണം. അപ്പോൾ അതാണ് ഇൻട്രോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ അധികം പറയുന്നില്ല, എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതിന് കൂടെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്താനും നിങ്ങൾ മറക്കണ്ട. സോ നമുക്ക് വേറെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഡോക്ടർ നമ്മുടെ കല്യാണീനെ ട്രീറ്റ് ചെയ്തിട്ടുള്ള ഡോക്ടർ സൈഡിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ആൻഡ് അത് ഒരു യൂട്യൂബ് ചാനലിലാണ് വന്നിട്ടുള്ള യൂട്യൂബ് ചാനലിൻ്റെ പേര് ബിയോണ്ട് ദ സീൻ ബൈ അക്കൂസ് എന്നാണ് ആ ചാനലിൻ്റെ പേര്. ഞാൻ ആ ചാനലിൻ്റെ സ്ക്രീൻഷോട്ട് ജസ്റ്റ് സൈഡിൽ കൊടുക്കാം. അപ്പോൾ ഈ പെർട്ടിക്കുലർ ചാനലിലുള്ള ആൾ ആ ഹോസ്പിറ്റലിലോട്ട് വിളിച്ച് ആ ഡോക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിന് കുറേ മേജർ ഭാഗങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് 1 by 1 ആയി നോക്കുന്നതിന് മുമ്പ് ഈ പെർട്ടിക്കുലർ ക്ലിനിക്കിനെ കുറിച്ചിട്ട് ഒരു സെലിബ്രിറ്റി ഫെയിമിലുള്ള സംയുക്ത സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കണ്ടിട്ട് നമുക്ക് ഈ കോൺവെർസേഷനിലോട്ട് പോകാം. മറ്റുള്ളവർ കാണുമ്പോൾ ഞാൻ മെലിഞ്ഞിരിക്കണം എന്നതാണെങ്കിൽ ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ യോഗ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇപ്പൊ ഇഷ്ടംപോലെ ക്ലിനിക്സ് ഉണ്ട്. അവിടെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോൺ സർജിക്കലും സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഇഷ്ടംപോലെ. ഫാറ്റ് മാത്രം എടുത്ത് കളയണോ? എന്ത് വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാമല്ലോ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാം. നമ്മുടെ ശരീരം മാറ്റാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ദൈവാനുഗ്രഹിച്ച് ഇവിടെ ഉണ്ട്. മാത്രമല്ല എനിക്ക് അത് നല്ലൊരു സുഹൃത്തും ഉണ്ട് ഈ ഒരു ഫീൽഡിൽ. നിലുഫർ എന്ന് പറയുന്ന ഒരു കുട്ടി, ദെയർഫോർ ഐ ആമിന്റെ ഓണർ. ആ കുട്ടി ശരിക്കും നിലു ചെറിയ കുട്ടിയാണ്. നിലുവിന്റെ അമ്മ നിമ്മിയാന്റി എൻ്റെ ഫാമിലി ഫ്രണ്ടാണ്. എന്നെ കല്യാണത്തിന് ഒരുക്കിയത് നിമ്മിയാന്റിയാണ്. എൻ്റെ ചെറിയമ്മയും നിമ്മിയാന്റിയും വലിയ അടുപ്പായിരുന്നു. അപ്പൊ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോഴത്തേക്ക് നിമ്മിയാന്റിയുടെ അടുത്ത് പോകും. അപ്പൊ നിമ്മിയാന്റിയുടെ മോളാണ് നിലുഫർ. അപ്പൊ ഞാൻ ഈ കുട്ടിയുടെ അടുത്ത് പോയിട്ടില്ല എന്നല്ല, പോയിട്ടുണ്ടാകും. നിലുഫറിന്റെ അടുത്ത് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തോ ഇങ്ങനെ സ്കിന്നിന്റെ കാര്യം അങ്ങനെ എന്തോ ചോദിക്കുമ്പോൾ ഈ കുട്ടി അതിന്റെ ആവശ്യമില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു എന്നോടുള്ള അടുപ്പം കൊണ്ടായിരിക്കും പറയാൻ. അപ്പുറത്ത് വേറെ ആരൊക്കെയോ വന്നു. ആ കുട്ടി അവരോടും ഈ കുട്ടി പറയുന്നുണ്ട് ഇതിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുക കുട്ടിയുടെ അടുത്ത്, എന്തിനാണ് ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ ഇത് കുട്ടിക്ക് അതിന്റെ ആവശ്യമില്ല, മുടി ഉണ്ടല്ലോ, മുടി വെറുതെ പോകണ്ട, അതിന്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ മോളെ ബിസിനസ് നടക്കണേ എന്ന് പോലെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് അതൊരു പാഷനാണ്. അപ്പോൾ അങ്ങനത്തെ എനിക്ക് അങ്ങനെയുള്ള നല്ല സൗഹൃദങ്ങളുണ്ട്. വേണ്ടത് ഇത് ചെയ്തോളൂ, നമുക്ക് ചേഞ്ചസ് വരുത്താൻ ഉള്ള എല്ലാ സൗകര്യങ്ങളും അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന ഒരു ഫ്രണ്ട് എനിക്കുണ്ട്. പക്ഷെ എനിക്കതിന്റെ ആവശ്യം തോന്നിയിട്ടില്ല. എനിക്ക് എന്റെ പ്രൊഫഷൻ ഇപ്പം അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഈ നടീനെ നിങ്ങൾക്ക് അറിയാലോ, കണ്ണപ്പൻ മുതലാളിയും ദാസപ്പൻ മുതലാളിയുടെയും പടമാണ് എനിക്ക് ഫസ്റ്റ് ഈ നടീൻ്റെ ഫേസ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. കാരണം കുറേ പഴയ എവർഗ്രീൻ ആക്ടേഴ്സ്. അപ്പം വിഷയം മാറല്ലേ, ഇന്റർവ്യൂവിൽ വന്ന സമയത്ത് ആ ഇന്റർവ്യൂവിൽ ഉണ്ടായിട്ടുള്ള ഒരു കോൺവെർസേഷനാണത്. അപ്പോൾ ഈ കോൺവെർസേഷനിൽ എന്താ കാര്യം നടന്നത് എന്ന് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ സംഭവം ഇത്രയേ ഉള്ളൂ. പുള്ളിക്കാരിയുടെ അടുത്ത് ആങ്കർ ചോദിച്ച സമയത്ത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഷെയർ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ഈ ഷെയറിങ്ങിൽ ആൾ പറയുന്നത് ഈ ക്ലിനിക്കിനെ കുറിച്ചിട്ടാണ്. തൻ്റെ ഒരു കൺസേണിൻ്റെ ഭാഗമായിട്ട് ആ ക്ലിനിക്ക് പോയ സമയത്ത് എന്തോ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനെ പറ്റി ചോദിച്ചപ്പം ഈ ഡോക്ടർ എന്ന് വെച്ചാൽ കല്യാണീനെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ പറഞ്ഞു, എടോ അത് ചെയ്യേണ്ടതാണ്. ഇതേ സാധനം തന്നെ എല്ലാവരുടെ അടുത്തും പറഞ്ഞു. എന്നിട്ട് ഈ പുള്ളിക്കാരി നമ്മുടെ ഈ നടി ആളുടെ അടുത്ത് പറഞ്ഞു, എടാ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബിസിനസ് കിട്ടുമോ, നിനക്ക് പൈസ കിട്ടുമോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. ആൻഡ് ഈ സംയുക്തയ്ക്ക് ഈ ഒരു ഫേമുമായിട്ട് കുറേ കാലങ്ങളായിട്ടുള്ള ബന്ധമാണ്. ആൻഡ് ആളുടെ അമ്മയുടെ ഫ്രണ്ടാണ് ഈ ഇപ്പോഴത്തെ നമ്മളുടെ ഡോക്ടറിൻ്റെ അമ്മ. ഇതൊക്കെ ഏകദേശം നിങ്ങൾക്ക് ഓവറോൾ മനസ്സിലായല്ലോ. അപ്പോൾ കുറേ കാലങ്ങളായി പരിചയമുള്ള സെലിബ്രിറ്റി ഫെയിമിലുള്ള ആൾക്കാർ വരെ പോകുന്നൊരു ക്ലിനിക്കാണ്. പൈസയ്ക്ക് മാത്രം ഫോക്കസ് കൊടുക്കുന്ന ഒരാളാണ് ഇവർ എന്നുള്ളത്
ഈ ഒരു നടിയുടെ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പല ക്ലിനിക്കും നമ്മൾ പല കൺസേണും ചെന്ന് പറയുമ്പോൾ അത് ചെയ്യും, ഇത് ചെയ്യും, മറ്റേത് ചെയ്യും, ആ മരുന്ന് കുടിക്കുക, ഈ മരുന്ന് കുടിക്കുക എന്ന് പറയുന്ന ഒരു ലോകത്ത് ഒരാൾ അത് ചെയ്യണ്ട. അത് ഇവളോട് മാത്രമല്ല, എല്ലാവരോടും ഇത് പറയുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ക്വാളിറ്റി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഇതാണ് ഒരു സെലിബ്രിറ്റി ഫെയിമിലുള്ള ആൾ ഈ സ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞത്. അവർക്ക് വെറുതെ ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇനി അടുത്തത്, ഈ ആൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോയ ഡോക്ടറുടെ ക്വാളിഫിക്കേഷൻ, അതാണ് നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാരണം വെറും MBBS BDS പഠിച്ച് എന്തോ 6 മാസത്തെ കോഴ്സും പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നുള്ള രീതിയിലാണ് കല്യാണി പറഞ്ഞത്. അപ്പോൾ കല്യാണിൻ്റെ ആ സംശയം കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യണമല്ലോ. നമുക്കത് നോക്കാം. ഡെസിഗ്നേഷൻ ഒന്ന് പറയാമോ അവിടുത്തെ? I'm an MBBS doctor, Rajiv Gandhi University Health Science, Yenagoya Medical College ഗ്രാജുവേറ്റ് ചെയ്തു. MSc Dermatology National Health Service കിങ്സ് കോളേജിൽ നിന്ന് ലണ്ടനിൽ പാസ്സായി. അത് കഴിഞ്ഞിട്ട് അമേരിക്കയിലായിരുന്നു. അവിടുന്ന് കോസ്മെറ്റിക് കെമിസ്ട്രി പഠിച്ചു. കാരണം ഇവിടെ ലേസർ കോസ്മെറ്റിക് കെമിസ്ട്രി ഒന്നും പഠിക്കുന്നത് 20 കൊല്ലം മുന്നേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഫോറിൻ ഡിഗ്രി എന്ന് പറയുന്നത്, ഫോറിൻ ഡിഗ്രിക്കാരുടെ ഇത്ര പ്രശ്നമാണെങ്കിൽ ഇവിടുത്തെ ഡോക്ടർമാരൊക്കെ പിന്നെ എന്തിനാണ് US-ലോട്ട് UK-ലോട്ട് വന്ന് റോബോട്ടിക് സർജറി പഠിക്കാവോ? ജീവലക്ഷ്മി. So she was consulting under you, correct? No, first consultation was me. After that, I was with you. ആ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. MBBS കഴിഞ്ഞ് MSc ലണ്ടനിൽ ചെയ്ത് അമേരിക്കയിൽ വർക്ക് ചെയ്തിട്ടുള്ള, ഇപ്പോൾ ഒരു 20 ഇയർ മുമ്പാണ് ആളത് പഠിച്ചു എന്ന് പറയുന്നത്. 13 ഇയർ എബവ് ആയിട്ട് ഈ ഒരു ക്ലിനിക്ക് നടത്തുന്ന ഒരാളാണ്. അപ്പോൾ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ് എന്ന കാര്യത്തിനൊരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു MBBS പഠിച്ച 6 മാസം പഠിച്ച ആളല്ല ട്രീറ്റ് ചെയ്തത് എന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത് ഇതെന്താ സംഭവം എന്നറിയോ? ആളുടെ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ഇമോഷണൽ ഫ്രസ്ട്രേഷൻ്റെ ഒരു സാധനം അതിലോട്ട് അങ്ങ് കൺവേ ചെയ്തതാണ്. അപ്പോൾ വായന്ന് വീണ് പോയതാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പം ഈ വായന്ന് വീണ് പോകുന്ന ഡയലോഗിനെ കുറിച്ചിട്ടും ഒരു തിരിച്ചറിവുണ്ടാവണം. നമുക്ക് കോൺവെർസേഷൻ കേൾക്കാം. 8 years ആയിട്ട് നിങ്ങൾക്ക് ഇതുണ്ടായിരുന്നു അല്ലേ? ക്ലിനിക്ക് ഒരു 8 years ആയിട്ട്. അത് 15 കൊല്ലമായിട്ട് അന്തസ്സോടെ ജോലി ചെയ്തിട്ട് പിന്നെ വരുന്ന ഒരു കൺസേൺ ഉണ്ടായിട്ടില്ല. കേരളം ഇപ്പൊ കണ്ണൂർ, കാലിക്കറ്റ്, കൊച്ചി, തൃശ്ശൂർ, ട്രിവാൻഡ്രമായിട്ട് നമുക്കിപ്പോൾ ക്ലിനിക്കും ഈ പറഞ്ഞ ഇതിന് സംബന്ധമായിട്ടുള്ള കുറെ ബിസിനസ്സുകളും നമുക്ക് 15 കൊല്ലമായിട്ട് കുറെ ഈ പറഞ്ഞ മാതിരി സെലിബ്രിറ്റീസും ആക്ടേഴ്സും ഈ പറഞ്ഞ ഇൻഫ്ലുവൻഷ്യൽ ആൾക്കാരും ഇപ്പൊ നിങ്ങൾ യൂട്യൂബേഴ്സ് എല്ലാവരും നമ്മുടെ അപ്പോൾ സംഭവിച്ചത് എന്താ വെച്ചാൽ ഈ കുട്ടി എന്റെ ക്ലയന്റ് പേഴ്സണലി, വേറെ ഒരു ഡോക്ടേഴ്സിനല്ല, എന്റെ ക്ലയന്റ് ആയിട്ട് ആളും ആളുടെ ഹസ്ബൻഡും കൂടെ വന്നതോ. വന്ന് 8 മാസം മുന്നേ, ഒരിക്കലും ഒക്ടോബറിലാണ് കുട്ടി ആദ്യമായിട്ട് വന്നത്. ഇപ്പൊ സത്യം വിളിച്ചു പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. ആ കുട്ടിയുടെ മുഖത്ത് വല്ല പൊള്ളലോ പിമ്പിളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ, ഒന്നും പറ്റിയിട്ടില്ല. ആ കുട്ടി കുറേ ക്ലിനിക്സിൽ പോയിട്ട് ഈ എൻഡോഴ്സ്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ്. അവർക്ക് വന്നിട്ട് കൊളാബ് വേണം, എന്താ പറയുക, ഫ്രീ ആയിട്ട് വേണമെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ പറയുകയും കൂടെ ചെയ്തു. മഞ്ജു വാര്യർ ആ ലെവലിൽ തെലുങ്ക് ഫിലിം ആർട്ടിസ്റ്റ് എല്ലാവരും നമുക്ക് പേയ്മെന്റ്, നമ്മൾ ഇതൊരു ഇൻഫ്ലുവൻഷ്യൽ മാർക്കറ്റിംഗിൽ കയറിയിട്ടില്ല. നമുക്ക് അങ്ങനത്തെ ഒരു മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം നമ്മൾ ഇതൊരു ടാപ്പ് ചെയ്തിട്ടില്ല. കാരണം എനിക്കെന്തോ ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് വന്നിട്ട് ഇപ്പോൾ ഓരോന്ന് വന്ന് പറയുമ്പോൾ ഒരു മെഡിക്കൽ കാര്യമല്ല ഇവർ ഈ പറയുന്നത്. ഒരാൾക്ക് ഒരു സ്കിൻ ട്രീറ്റ്മെന്റ് വർക്ക് ചെയ്തതിന്റെ അർത്ഥം മറ്റാൾക്കാർ വർക്ക് ചെയ്യാനില്ലല്ലോ. അതിന്റെ ഒരു ഐഡിയോളജി ഞാൻ ഒരിക്കലും എന്താ പറയുക ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് നമുക്കങ്ങനെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ചെയ്യാറില്ല. അറിഞ്ഞുകൊണ്ട് തന്നെ ഓരോ ആളുകൾ വന്ന് നമ്മുടെ ട്രീറ്റ്മെന്റ് തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത്. നേരത്തെ ഞാൻ പറഞ്ഞതിന്റെ ഒരു എക്സാക്ട് ഇയർ പറയാം. 14 കൊല്ലമായിട്ട് സ്ഥാപനം ഉള്ളതാണ്. 5-ലധികം ജില്ലകൾ പറഞ്ഞു. ഇവിടെയൊക്കെ ഇവരുടെ സ്ഥാപനമുണ്ട്. മഞ്ജു വാര്യർ തൊട്ടിട്ടുള്ള സെലിബ്രിറ്റി ഫെയിമിലുള്ള വ്യക്തികൾ ഈ സ്ഥാപനത്തിൽ വന്നിട്ട് എന്താണ് അവരുടെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അവർക്ക് വരെ കൊളാബ് കൊടുത്തിട്ടില്ല. പിന്നെയാണോ കല്യാണിക്ക്? സത്യം, ഒരു കല്യാണിക്ക് കൊളാബ് കൊടുക്കുന്നതിനേക്കാളും റീച്ച് കിട്ടുക ഈ മഞ്ജു വാര്യറിനൊക്കെ കൊടുക്കുന്ന സമയത്താണ്. കാരണം മഞ്ജു വാര്യറിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്കിൻ ടെക്സ്ചറും ആ ഒരു യുവത്വവും കണ്ടിട്ട് ആ ചിന്തിക്കാത്ത ഒരു പെൺകുട്ടികളും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ കൊടുത്താൽ ഡെഫിനറ്റ്ലി റീച്ച് കിട്ടും. പക്ഷെ അവർക്ക് റീച്ച് കൊടുക്കാൻ ആഗ്രഹമില്ല. കാരണം ഇതൊരു മെഡിക്കൽ കണ്ടീഷനാണ്, അല്ലെങ്കിൽ മെഡിക്കൽ ഹോസ്പിറ്റലാണ്. ഈ മെഡിക്കൽ ഹോസ്പിറ്റലിനെ പറ്റി മറ്റൊരാൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. എനിക്കത് വളരെ ക്ലിയർ ആയിട്ട് അറിയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ ഒരു സാറ്, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ എൻ്റെ ഒരു സൈക്കോളജിസ്റ്റ് സാറ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സെൻ്ററിൽ നിന്ന് ചില ആൾക്കാരൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ആംബിയൻസും ട്രീറ്റ്മെൻറ്റ് രീതിയൊക്കെ കാണുമ്പോൾ ചിലർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ ഈ കാറ്റഗറി ഓഫ് ആൾക്കാരൊക്കെ ഒരു ലാസ്റ്റ് ഡേ വന്ന് പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവനെ ഞാൻ ഇവിടെ എത്തിക്കും, അല്ലെങ്കിൽ എനിക്ക് അറിയുന്ന ആൾക്കാരുണ്ട്, അവരെ ഞാനിവിടെ എത്തിക്കും, ഇവിടുന്ന് ട്രീറ്റ്മെൻറ്റ് എടുപ്പിക്കും എന്നൊക്കെ പറയുള്ളൂ. അപ്പോൾ സാറിങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് സാറ് പറഞ്ഞത് കേട്ടത് പ്രകാരം ഇപ്പം ഞാനും എൻ്റെ ക്ലയൻസ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം, ഒരിക്കലും നിങ്ങളത് പറയരുത്. കാരണം ഓരോ ട്രീറ്റ്മെൻറ്റും ഓരോരുത്തരിലും ഓരോ രീതിയിലാണ് വർക്ക് ചെയ്യുക. ചിലപ്പോൾ നിങ്ങളിവിടെ വന്ന് ചികിത്സ എടുത്തിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററും പോസിറ്റീവായി തോന്നിയാൽ നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുത്തി എന്ന് വരാം. പക്ഷേ അത് ചിലപ്പം എല്ലാവരിലും ഒരുപോലെ വർക്കൗട്ട് ആവണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞതിൻ്റെ ബേസിസിൽ വേറെ ആരെങ്കിലും ഒരാൾ ഈ ചികിത്സാലയത്തിൽ വന്നിട്ട് അയാൾക്കത് ഗുണം ചെയ്തില്ലെങ്കിൽ അത് ഓഫ് കോഴ്സ് ആരെയാണ് ബാധിക്കുക? നിങ്ങളെയാണ് ബാധിക്കുക. അപ്പോൾ അത് ഇവർക്ക് നല്ലൊരു ബോധ്യമുണ്ട്.
മഞ്ജു വാര്യർ വന്ന് റീൽ എടുത്തിട്ടോ കല്യാണി വന്ന് റീൽ എടുത്തിട്ടോ അത് ചിലപ്പോൾ എൻ്റെ സ്കിന്നിൽ വർക്കൗട്ട് ആവണമെന്നില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ വരുന്ന ആൾക്കാർ ഹോസ്പിറ്റലിനെ കേട്ട് മനസ്സിലാക്കി വായിച്ച് അതിനെക്കുറിച്ചൊരു തിരിച്ചറിവ് കിട്ടിയിട്ട് ബോധ്യം കിട്ടിയിട്ട് മാത്രം വരുന്നതാണ് എന്തുകൊണ്ടും നല്ലത് എന്നുള്ളൊരു സ്റ്റാൻഡ് അന്നും ഇന്നും ഈ ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്ത് നല്ലതാണ്. അവരുടെ പേജ് നോക്കിയാലും അറിയാം അങ്ങനൊരു സാധനമല്ല. പൊതുവേ ഞാനിപ്പോൾ കാണുന്നതാണ് ഈ പല സാധനങ്ങൾ. ഒരു കൊയിലാണ്ടിലുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റലിലെ ആഡ്സ് എനിക്ക് എപ്പോഴും എൻ്റെ ഫ്രണ്ടിൽ വരും. മൂക്കിലെ ദശ, ഒരു ദിവസം കൊണ്ട് മൂക്കിലെ ദശ പോവും, പിന്നെ വിട്ടുമാറാത്ത ശ്വാസമുട്ടൽ പോവും, ഡയബറ്റിക്സ് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരിരുന്ന് സംസാരിക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ദിവസം കൊണ്ട് ഇതൊക്കെ അങ്ങ് മാറുന്നതെന്ന്. തന്നെ ഒരു മെഡിക്കൽ രീതിയിലുള്ള കാര്യങ്ങളെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാണ്ട് നിൽക്കുന്നത് തന്നെയാണ് എന്നും നല്ലത്. ആ ഒരു സ്റ്റാൻഡേർഡ് നിങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ നിങ്ങൾക്കൊരു ക്വാളിറ്റി ഉണ്ട്. ഇല്ലെങ്കിൽ ഈ സെലിബ്രിറ്റി ഫെയിംസിലുള്ള ആൾക്കാരെ മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി നിങ്ങളുടെ സ്ഥാപനത്തിന് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട്. ആൻഡ് ഒരു സ്കിൻ കെയർ സെൻറ്റർ ഒരു 10-14 കൊല്ലം എക്സിസ്റ്റ് ചെയ്യുക, അവിടെ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെതായ രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. കാരണം സ്കിന്നിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഏറ്റവും കൂടുതൽ കൺസേൺ ആവുന്നൊരു ഭാഗം. അവിടെ റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തി അവിടെ പോകും, റിസൾട്ട് ഇല്ലെങ്കിൽ ആ പരിസരത്തോട്ട് പോകില്ല. പറഞ്ഞാൽ വേറെ ഒരു ക്ലിനിക്കായിട്ട് അവർക്ക് ഒരു ഫ്രീ ആയിട്ട് കൊളാബ് ചെയ്യാൻ സമ്മതിച്ചു. അപ്പോൾ അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വന്നിട്ട് നമ്മുടെ മെഡിക്കൽ രജിസ്റ്റർ ഹാർഡ് കോപ്പി വേണമെന്ന് പറഞ്ഞു. നമ്മൾ ഹാർഡ് കോപ്പി എങ്ങനെ തരാം? ഹാർഡ് കോപ്പി എങ്ങനെ തരാം? ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങൾ അവർ മൊത്തം ഫയൽ തരൂ? ഇല്ല. ഡിസ്ചാർജ് സമ്മറിയും അവർ പറഞ്ഞ് ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കി. അപ്പോൾ അയാളൊരു ഗവൺമെന്റ് ഓഫീസ്, അത് ഹസ്ബൻഡ് പോലീസാണെന്നാണ് വന്ന് പറഞ്ഞത്. അപ്പോൾ അന്ന് ഒച്ചപ്പാടും പാടും ക്ലിനിക്കിലാക്കി വെച്ചാൽ എവിടുത്തെ പോലീസാന്ന് ചോദിച്ചു. പറഞ്ഞു വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് ആദ്യം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഓക്കെ വെഹിക്കിൾ ഇൻസ്പെക്ടർ, നിങ്ങൾ ഗവൺമെന്റ് ഒഫീഷ്യൽ അല്ലേ, കേസ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുത്ത് ക്ലിനിക്കിൽ സൺഡേ വന്നിട്ട് കുളിച്ച് നിങ്ങൾ ചാവും അങ്ങനെയൊക്കെ ഓരോന്ന് പറയും. നമ്മളാരും ഇങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല. ഒരാൾ വന്നിട്ട് ഒരു യൂട്യൂബർ എന്ന് പറഞ്ഞു അന്നൊരാള് ഇങ്ങനെ ഒച്ചപ്പാട് പാടുണ്ടാക്കുന്ന അസഭ്യമായിട്ടുള്ള ഭാഷകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളും ഈ ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ അല്ലേ, അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇത് മിണ്ടായിരുന്നു. സംഭവം നമുക്കിത് മനസ്സിലായില്ല. നമ്മുടെ കൂട്ടത്തിലുള്ള സ്റ്റാഫുകൾ പറഞ്ഞ മാഡം കുറച്ച് നാളുകളായിട്ട് കഴിഞ്ഞൊരു മാസമായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒക്ടോബർ തൊട്ട് മെയ് വരെ നമ്മുടെ കസ്റ്റമർ ഫീഡ്ബാക്ക് വിളിച്ചു ചോദിക്കുമ്പോൾ സാറ്റിസ്ഫൈഡ് നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. കാരണം കേരളത്തിൽ ഇത്രയും ക്ലിനിക്സ് ഉള്ളപ്പോൾ ഡോക്ടർമാർ ശരിക്കും പണിയെടുക്കുന്നില്ലേ, എല്ലാവരും ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളുടെ കൊച്ചിയിലത്തെ കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് എല്ലാ ക്ലയൻസിനെയും വിളിച്ചു ചോദിക്കും. പിറ്റേ ദിവസം ട്രിവാൻഡ്രത്തിരിക്കുന്ന ക്ലയന്റിനെയും കണ്ണൂരിരിക്കുന്ന ക്ലയന്റൊക്കെ ചോദിക്കും, നിങ്ങൾ ഇന്നലെ ഈ കണ്ണൂർ ക്ലിനിക്കിൽ നിന്ന് ഇന്ന് ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നു, അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നോ ഡോക്ടർ എല്ലാവരും പറഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഓഡിയോ റെക്കോർഡ്സും ഡോക്യുമെന്റഡ് സിസ്റ്റംസ് നമുക്കുണ്ട്. ഓഡിയോ റെക്കോർഡ്സ് ഉണ്ട്. സാറ്റിസ്ഫൈഡ്. മെയിൻ സംഭവിച്ചത് എന്താ വെച്ചാൽ വേറൊരു ക്ലിനിക്കാർ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അവർ ഞങ്ങൾ ഓൺ ഗോയിങ് ട്രീറ്റ്മെന്റ് റെക്കോർഡ്സ് വേണമെന്ന് പറഞ്ഞു. അതിപ്പോ കൊടുക്കുന്നതോട് കാര്യം ഒരു ഹോസ്പിറ്റലിൽ ഒരാൾ ഇറങ്ങി പോണ വേറെ ഹോസ്പിറ്റലിൽ നമുക്ക് ഡിസ്ചാർജ് സമ്മറി കൊടുക്കണ്ടേ, അത് തരാന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് വൈഫ് അവിടെ ഒരിക്കലും നോക്കിയിട്ട് ഒന്നുകിൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഫ്രീ കിട്ടണം, അല്ലെങ്കിൽ അവിടെ ഇവിടെ നടന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾ ഇപ്പൊ ഓൾറെഡി മുന്നോട്ടുള്ള ഫ്രീ തരണം നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചു. അപ്പോൾ ഇതിൽ മെയിനായിട്ട് അഡ്രസ്സ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്നത് കല്യാണി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലാവധിയിൽ, ഈ ഒക്ടോബർ ഈ കാലാവധിയിൽ കല്യാണിക്ക് ഏതോ ഒരു ടൈം എത്തിയപ്പം ഇവർ ഈ വേറെ ഹോസ്പിറ്റൽസ് കൺസേൺ ചെയ്തു ട്രീറ്റ്മെൻറ്റ് മാറാത്തതുകൊണ്ട്. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന വ്യക്തി കല്യാണീൻ്റെ അടുത്ത് കൊളാബ് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ കല്യാണിക്ക് ഓഫ് കോഴ്സ് എന്ത് ചെയ്യണം, ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് അവസാനിപ്പിച്ചിട്ട് ആ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലോട്ട് പോകണം. ആ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലോട്ട് എത്തണമെങ്കിൽ ഈ ലാസ്റ്റ് ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തു എന്ന കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ ഒരു ഐഡിയ കിട്ടണം. അതിനൊരു കേസ് ഫയൽ ഇവർ ചോദിച്ചു എന്നാണ് പറയുന്നത്. എടാ, ഒരു സ്ഥാപനത്തിൻ്റെ കേസ് ഫയലും ക്ലയൻസിന് കൊടുക്കില്ല. ഞാൻ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് പറയാം. ഡിസ്ചാർജ് ആവുന്ന സമയത്ത് ക്ലയൻറ്റിന് വേണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സാധനമാണ് ഡിസ്ചാർജ് സമ്മറി. അല്ലാണ്ട് നമ്മളുടെ കേസ് ഷീറ്റ് കേസ് ഫയൽ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കില്ല. അത് കൊടുക്കുക ആർക്കാണ്? ലീഗൽ അതോറിറ്റീസിന്. അത് വിത്ത് അവർ വാങ്ങണം എന്നുള്ള ഒരു സാധനം വിത്ത് ലെറ്ററും കൊണ്ട് വന്നാൽ മാത്രമേ നമ്മൾ നമ്മുടെ ഫയൽസ് കൊടുക്കൂ. നമ്മളുടെ ഫയൽസ് എന്ന് പറഞ്ഞാൽ അത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള സാധനമാണ്. അത് ഒരാൾക്ക് ഷെയർ ചെയ്യാനോ ആക്കാനോ ഫോട്ടോ എടുക്കാനോ കൊടുക്കാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ടായിരിക്കാം ക്ലയൻസ് ഈ സോഫ്റ്റ് കോപ്പി, ആ ക്ലയൻറ്റിൻ്റെ ഈ ഹാർഡ് കോപ്പി അല്ല സോഫ്റ്റ് കോപ്പി ചോദിച്ച സമയത്ത് അവർ തരാത്തത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലീഗലി പോകാൻ വാങ്ങാം. നിങ്ങൾക്ക് ഡിസ്ചാർജ് സമ്മറി മാത്രമേ ഒരു മെഡിക്കൽ സ്ഥലത്ത് നിന്ന് തരും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പറഞ്ഞ അലിഗേഷൻ പ്രകാരം വേറെ ഏതോ ഒരു സ്ഥലത്ത് കൊളാബ് കിട്ടി. അപ്പോൾ കൊളാബ് കിട്ടിയപ്പോൾ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്ത് പോകാൻ വേണ്ടി അവരോട് ചോദിച്ചു. അപ്പോൾ ഡെഫിനറ്റ്ലി അവർ ഈ സാധനം തന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഒരു ക്ലാരിറ്റി കിട്ടി എന്ന് തോന്നുന്നു. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് കൊളാബിൻ്റെ കാര്യമാണ്. കൊളാബിൻ്റെ കാര്യം ഇവരോട് ചോദിച്ചു, ഇവർ കൊളാബ് തരാൻ വില്ലിങ് ആയില്ല. അവിടുന്ന് കൊളാബ് കിട്ടി, അതുകൊണ്ട് ഇവിടുന്ന് ചാടിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പം അത് തെളിയട്ടെ, കൊളാബ് കിട്ടിയോ കിട്ടിയില്ലേ എന്ന്. ഇനി കൊളാബിന് വേണ്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ എനിക്കിവിടെ ചോദിക്കാനുള്ളത്, കല്യാണി അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് പൈസ കൊടുക്കുക എന്നുള്ളത് കല്യാണീൻ്റെ ഉത്തരവാദിത്തമാണ്. അവിടെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവിടെ നിന്നൊരു സർവീസ് എടുത്താൽ ആ സർവീസിന് കൊടുക്കണം. 100 രൂപയ്ക്ക് ബിരിയാണി കിട്ടുന്ന കടയും ഉണ്ട്, 250 രൂപയ്ക്ക് ബിരിയാണി കിട്ടുന്ന കടയും ഉണ്ട്.
250 രൂപയ്ക്ക് ബിരിയാണി കിട്ടുന്ന കടയിൽ കയറിയിട്ട് എനിക്ക് അപ്പുറത്തുനിന്ന് 100 രൂപയ്ക്കാണ് ബിരിയാണി കിട്ടുക, 100 രൂപയെ ഞാൻ തരുമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അവരവിടെ ചാർജ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ അത് കൊടുക്കുക, വരിക. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഇതിൽ ലാസ്റ്റ് പറയുന്നൊരു സാധനം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. കസ്റ്റമർ കോൾ എന്ന് വെച്ചാൽ ഒരു ദിവസം സർവീസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം സർവീസുമായി ബന്ധപ്പെട്ടിട്ട് ഈ കസ്റ്റമേഴ്സിനെ ഇങ്ങനെ കോൾ ചെയ്ത് നോക്കുന്നു. അതുപോലെ ഈ കല്യാണിനെയൊക്കെ കോൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. സാറ്റിസ്ഫൈഡ് ആണ് എന്നാണ് കല്യാണി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കല്യാണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണി പറയുന്ന ക്ലെയിം എല്ലാം ഒന്നുമല്ല. കാരണം ഒക്ടോബറിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തെങ്കിൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ഈ ജൂണിലാണ് പോസ്റ്റ് ഇടുന്നത്. അപ്പോൾ എത്ര മാസം കല്യാണി അവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തു? 8 മാസം. ഈ 8 മാസവും കല്യാണീൻ്റെ അടുത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അവർ എൻക്വയറി ചെയ്ത് കല്യാണി സാറ്റിസ്ഫൈഡ് എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്ന അലിഗേഷൻസ് ഒക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ആ ട്രീറ്റ്മെൻറ്റിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്, മാറ്റങ്ങൾ കാണുന്നില്ല എന്ന് പറയണമായിരുന്നു. അത് പറഞ്ഞില്ലല്ലോ. ഡോക്ടർ, ഇവിടെ വ്യാജ ഡോക്ടറാണ് ഈ 15 കൊല്ലം. ഞാനാണെങ്കിൽ എന്തോരം ഇന്റർവ്യൂസ് ഓരോ മീഡിയ ചാനൽസ് കൊടുത്തില്ലെങ്കിൽ വെറുതെ വ്യാജ ഡോക്ടർമാരാണെങ്കിൽ ഇത് നടക്കും. നിങ്ങൾക്ക് അപ്പോൾ തന്നെ അന്വേഷിച്ചിട്ട് വരുന്നില്ല. 8 മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം. ഇനി എല്ലാ ട്രീറ്റ്മെന്റ്സിനും ഇടയിലും എന്തെങ്കിലുമൊക്കെ ഓരോ എൻഡോഴ്സ്മെന്റ് ഓരോന്നിങ്ങനെ ചെയ്തു വരും. അപ്പൊക്കെ ഞാൻ പറയും ചെയ്യില്ലേ. കൃത്യമായിട്ട് ഇന്ന സമയത്ത് ഇന്ന ട്രീറ്റ്മെന്റ് തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു സ്റ്റെബിലിറ്റി കിട്ടും റിസൾട്ട്സിന്. പോലീസിന് കേസ് കൊടുത്തു, നമ്മൾ ബില്ല് കൊടുത്തിട്ടില്ല, അതൊക്കെ ശുദ്ധ നുണയോ. നമ്മളിങ്ങനെ ബില്ല് കൊടുക്കാണ്ടിരിക്കുന്ന ഇവിടെ നിന്ന് വല്ല ക്യാഷ് പേയ്മെന്റ്സ് ഉണ്ടോ? ഇത്രയും ക്ലിനിക്സ് ഓടുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ക്യാഷ് ആയിട്ട് ബ്ലാക്ക് മണി ഒക്കെ ആയിട്ട് അതൊന്നും ഫുൾ ആയിട്ടുള്ള ഡോക്യുമെന്റ് ബില്ലുകൾ അവർ രജിസ്റ്റേർഡ് പോസ്റ്റ് നമ്മുടെ അഗേൻസ്റ്റ് കാര്യത്തിന് അയച്ചപ്പോൾ ഞാൻ നിങ്ങളുടെ ബില്ലുകൾ എല്ലാം വാട്സാപ്പ് വഴി ഷെയർ ചെയ്തിട്ട് ഹാർഡ് കോപ്പീസ് തന്നിട്ടുണ്ട്. ഈ ഒരു സാധനം ഫസ്റ്റ് തൊട്ടേ ഞാൻ ആലോചിക്കുന്നുണ്ട്. 8 മാസം ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ഒരു ബില്ലും കിട്ടിയില്ലെങ്കിൽ ഓക്കെ ഫൈൻ, കല്യാണി പറഞ്ഞ പോലെ ബില്ല് കിട്ടിയില്ലെങ്കിൽ എന്തുകൊണ്ട് കല്യാണി ചോദിച്ചില്ല? 8 മാസം ചോദിക്കാത്ത ഒരു ബില്ല് ഈ 8-ാം മാസം ചോദിക്കാനുണ്ടായിരുന്ന ഒരു സാഹചര്യം എന്താ? അതെനിക്ക് മനസ്സിലാവാത്ത. പിന്നെ ഇവർ പറഞ്ഞത് പ്രകാരം ഇവർക്ക് എത്രയോ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഇവരടുത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നൊക്കെ സെലിബ്രിറ്റി ഫെയിമിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ പൈസ കാണാത്തവൻ ആദ്യമായിട്ട് പൈസ കിട്ടുന്നവനെ കണ്ട പോലെയല്ല, ഇതിലും സെലിബ്രിറ്റി ഫെയിമിലുള്ള ആൾക്കാരെ കണ്ട് വളർന്നവർക്ക് എന്തിനാണ് കല്യാണി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൈസ അടിച്ച് മാറ്റാൻ നോക്കുന്നത്? ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അതാ ചിന്തിക്കുന്നത്, എന്താ ഇതൊക്കെ എൻ്റെ ഒരു തോട്ടാണ്. നിങ്ങൾ പറ, നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു ബ്രാൻഡിന് ഇങ്ങനെ ഒരാള് കച്ച കെട്ടി ഇറങ്ങിയെങ്കിൽ നമുക്കത് ആക്കാം. ഇത് ആ കുട്ടിയുടെ മുഖത്തിന് എന്താ പറ്റിയേ? വല്ല പിമ്പിൾ വന്നോ, പാട് വന്നോ, കറുത്തു പോയോ, എന്താ പറ്റിയത്? അതെന്താ എന്താ പറ്റിയെന്ന് പറയാത്തത്? നമ്മൾ ബില്ല് കൊടുത്തിട്ടില്ലാന്നോ? നമുക്ക് എത്ര വട്ടം വേണമെങ്കിലും ബില്ല് കൊടുക്കാലോ. ഇത് എനിക്ക് കാര്യം ഞാൻ പറയാം, ആ കുട്ടിയുടെ മെഡിക്കൽ ഹിസ്റ്ററി ഞാൻ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും നാട്ടുകാർക്ക് മനസ്സിലാവും ഇത് എന്തേ കുട്ടിക്ക് ചെയ്തു കൂട്ടണെന്നുള്ളത് യൂട്യൂബ് വഴി. അത് എന്റെ ഒരു എത്തിക്സിനെ, ഒരു ഡോക്ടറല്ലേ ഞാൻ, ഒരു ക്ലയന്റ്, നമ്മൾ ഒരു പേഷ്യന്റോ ക്ലയന്റോ നമ്മൾ വിളിച്ചിട്ട് ഒരു മീഡിയ പ്ലാറ്റ്ഫോമിൽ യൂട്യൂബോ അങ്ങനെ ചാനൽസോ അങ്ങനെ ഒന്നും നമുക്കില്ല. പക്ഷെ ഞങ്ങൾക്ക് പുറത്ത് വിട്ടെങ്കിൽ അത് ലീഗലി ഞങ്ങൾക്കൊരു കേസായിട്ട് പറയുകയാണെങ്കിൽ 100% ഞാൻ പുറത്ത്. കാരണം കുട്ടിയുടെ എഗെയിൻസ്റ്റുള്ള എന്താ ഞങ്ങൾ മെഡിക്കൽ ചെയ്ത കുട്ടി എന്തുകൊണ്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതും ഇതിന് മുന്നേ ഞങ്ങൾക്ക് വരുമ്പോൾ ഇതിന്റെ അവസ്ഥ എന്തായിരുന്നത്, അതിന് മുന്നേ ഇതിന്റെ കേസിരിക്കുന്ന സ്റ്റിറോയിഡിന്റെ കണ്ടക്റ്റുകളെല്ലാം ഇതിന് എന്റെ വന്ന് കണ്ടപ്പോൾ കരച്ചിലൂടെ പഠിച്ചിരുന്നു. ഇതിന് തൊട്ട് മുന്നേ പറഞ്ഞിരിക്കുന്ന ക്ലിനിക്കിന്റെ എന്താ പറയുക എന്റെ മൊത്തത്തിൽ ചെയ്തു അത് ചെയ്തു എന്താ അറിയോ, ഒരു സ്ഥലത്തുനിന്ന് ഒരു കുറ്റം പറഞ്ഞ അടുത്ത ഒന്ന് ശരിയാക്കി അടുത്ത സ്ഥലത്ത് പോയിട്ട് വേറെ കുറ്റം പറയാം. ഇതൊരു സൈക്കിൾ കൂടെ പോകുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഞങ്ങളത് എക്സ്പ്രസ് ചെയ്യാൻ എന്തായാലും ഇങ്ങനെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ ഭീഷണിപ്പെടുത്തോണ്ടിരിക്കുന്നത് അവസാനത്തെ ആഴ്ചയിൽ എനിക്ക് 3 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഈ 3 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടെന്ന് മാർക്കിങ് ഞാൻ ആദ്യം എന്താ പറയുക 3 ലക്ഷം. മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് ഒരാളുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്ത് പറയുക. അതുകൊണ്ട് തന്നെ ആൾ എന്തിനാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തത്, എന്തൊക്കെയാണ് ആൾ മുഖത്ത് വാരി തേച്ചത്, എന്ത് തേച്ചതിൻ്റെ സൈഡ് എഫക്റ്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല എന്നുള്ളതാണ് ഈ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഫർദർ ഈ കേസ് ഫ്രണ്ടോട്ട് പോയി ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ ഞാനത് പറയുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയുമ്പം ഈ തരത്തിലുള്ള ക്രീം കാര്യങ്ങളുണ്ടെങ്കിൽ ആ ക്രീം നിങ്ങൾ നിങ്ങളുടെ പേജിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലീഗലായി പോകേണ്ട കേസ് തന്നെയാണ്. കാരണം നിങ്ങൾ കുറച്ച് യൂട്യൂബേഴ്സിന് കുറച്ച് പൈസ കിട്ടുന്നുണ്ട് എന്ന് കരുതി ഈ കൊള്ളൂരാത്ത പ്രൊഡക്റ്റ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കാണിക്കാം എന്നുള്ള ഒരു സാധനം ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നതല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ കല്യാണിക്ക് ഇത്രത്തോളം ഹേറ്റ് വന്നത്? ആലോചിച്ച് നോക്ക്. എത്ര യൂട്യൂബേഴ്സ് ഉണ്ട് കല്യാണീൻ്റെ കൂടെ തന്നെ, കല്യാണീൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള എത്ര യൂട്യൂബേഴ്സ് ഉണ്ട്? ഇവർക്ക് ആർക്കെങ്കിലും ഹേറ്റ് വരുന്നുണ്ടോ? ഇവർക്ക് ആർക്കെങ്കിലും നെഗറ്റീവ് വരുന്നുണ്ടോ? ഇവർക്ക് ആർക്കെങ്കിലും എഗെയിൻസ്റ്റ് ഇത് വരുന്നുണ്ടോ? പക്ഷെ അതല്ല, നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾ എടുത്തു നോക്ക്. നിങ്ങൾ എത്ര കൊളാബ്സ് ആണ് ചെയ്യുന്നത്, നിങ്ങൾ എത്ര ഇങ്ങനത്തെ സൺസ്ക്രീനുകളാണ്, എത്ര ഫൗണ്ടേഷൻസുകളാണ്, നിങ്ങൾ എന്താണ് ഇങ്ങനെ ഈ വലിച്ചു വാരി ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ ചെയ്യുന്നത്?
ഈ തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിങ്ങനെ ഈ വലിച്ചു വാരി ചെയ്ത് അത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചിട്ട് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കാരണം ഇങ്ങനൊരു വിഷയം വന്ന സമയത്ത് എൻ്റെ വീഡിയോൻ്റെ താഴെ അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോസ് ഇട്ട യൂട്യൂബേഴ്സിൻ്റെ വീഡിയോൻ്റെ താഴെ നിങ്ങളുടെ വീഡിയോൻ്റെ താഴെ നിങ്ങൾ ഇന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ താഴെ വരെ നോക്ക് 95% നെഗറ്റീവ് കമൻസാണ്. 5% മാത്രമേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല. എന്തുകൊണ്ടാണ്? വൈ? ജസ്റ്റ് തിങ്ക് ഇങ്ങനെ ഒരു അലിഗേഷൻ നിങ്ങൾക്ക് അഗെയിൻസ്റ്റ് വന്ന് പറഞ്ഞ സമയത്ത് എല്ലാവരും കണ്ണും പൂട്ടി വിശ്വസിക്കാനുള്ള കാര്യം എന്താ? ഇതാണ് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രൊമോഷൻസും ക്രീമുകളും ഇത്രയും ക്രീം വാരി പൊത്തുമ്പോൾ ക്രീം തേച്ച് ബാണ്ട് വന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കും. കാരണം അതാണ് നിങ്ങൾ കാണിക്കുന്നേ. ഒരു ഗവൺമെന്റ് ഒഫീഷ്യല് എന്റെ ക്ലിനിക്കിൽ വന്ന് മെറ്റാ ഗ്ലാസ്സിൽ എടുത്ത് എല്ലാം റെക്കോർഡ് ചെയ്തു. പിന്നെ നമ്മൾ സാർ ഇത് റെക്കോർഡ് ചെയ്യാൻ പാടില്ല, ശരിയല്ല. കാരണം പല അത് മാറും. ഞങ്ങൾക്ക് വി ഹാവ് എ CCTV ഫുട്ടേജ് ഓഫ് ദാറ്റ്. ലൈക്ക് ഹി കെയിം ബാർജ് ഇൻ ടു ദ ക്ലിനിക്. ആ ക്ലിനിക്കിന്റെ ഏറ്റവും വരെ എല്ലാം മെറ്റാ ഗ്ലാസ്സിൽ ഷൂട്ട് ചെയ്യുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഹലോ, ഞങ്ങളുടെ പ്രൈവസി പോളിസിന്റെ ഒരു ക്ലയന്റ് എങ്ങനെ ഡോർ തുറക്കുകയാണെങ്കിൽ അവർ ലേസർ ചെയ്യുകയാണെങ്കിൽ തുണി എന്തെങ്കിലും കുറഞ്ഞ് നിങ്ങളുടെ മെറ്റാ ഗ്ലാസ് അത് പതിഞ്ഞാലോ? അത് മാത്രമല്ല, എന്റെ ഷർട്ടിനെ നമ്മളൊക്കെ ചിലപ്പോൾ സമയത്ത് ക്ലിനിക്കിൽ നടക്കുമ്പോൾ കോട്ട് ഊരുകയാണെങ്കിൽ ചെറിയൊരു ട്രാൻസ്പെറൻസി ഒക്കെ ചിലപ്പോൾ നമ്മുടെ ഷർട്ടിനുണ്ടായിരിക്കും. എപ്പോഴും കോട്ട് ഇടുമ്പോൾ കോട്ടൊന്ന് ഊരിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഷർട്ടിന്റെ ഉള്ളിൽ കൂടെ നമ്മുടെ അണ്ടർഗാർമെന്റ്സ് ഒക്കെ കാണാം. ഡോക്ടർ അവർ ലേഡീസ് മാത്രം നിൽക്കുന്നത് നമ്മൾ അയാൾ അതൊക്കെ മെറ്റാ ഗ്ലാസിൽ ഷൂട്ട് ചെയ്ത് പോയിട്ടുണ്ട്. എനിക്ക് അതിനോടാണ് ദേഷ്യം. അല്ലാതെ ജീവലക്ഷ്മിയുടെ ജീവിതം അപായപ്പെടുത്തിയോ അയാളുടെ ഒരു മുഖം ഞങ്ങൾ പൊള്ളിക്കുകയോ അതിലൊരു ബേൺ മാർക്ക് അതൊന്നുമില്ല. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ വന്ന് ഇതെല്ലാം ഒന്ന് ഷൂട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് നമ്മളെ എന്താ പറയാ ഭീഷണിപ്പെടുത്താം. ഈ ഒരു അലിഗേഷനാണ് മെയിനായിട്ട് ഇവർ പറഞ്ഞത്. അപ്പോൾ അലിഗേഷനിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളൊരു സാധനം, ഈ മെറ്റാ ഗ്ലാസ് യൂസ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നതിനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് രണ്ട് പേര് തമ്മിലുള്ള കോൺവെർസേഷൻ ആണെങ്കിൽ നമുക്ക് വാട്സപ്പ് ഓൺ ചെയ്ത് റെക്കോർഡിംഗ് ഓൺ ചെയ്തിട്ടാൽ പോരെ, അല്ലെങ്കിൽ ഫോണിൻ്റെ സാധാ റെക്കോർഡിംഗ് ഓൺ ചെയ്തിട്ടാൽ പോരെ. ഇത് ഷൂട്ട് ചെയ്യണം എന്നെന്താ നിർബന്ധം? ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ അങ്ങോട്ട് കാണിച്ചാൽ പോരെ. ഇനി അഥവാ ഷൂട്ടിംഗ് ആണെങ്കിലും പ്രൈവറ്റ് സ്പേസിൽ വേണം നിങ്ങൾ ചെയ്യാൻ. ഇപ്പോൾ ഇവർ പറഞ്ഞ ഈ അലിഗേഷൻ കേൾക്കുമ്പോൾ ചിലപ്പോൾ കല്യാണിക്ക് തോന്നാം എൻ്റെ സീച്ചേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല, സീച്ചേട്ടന് തോന്നാം ഞാൻ അങ്ങനത്തെ ഒരുത്തിയല്ല, എനിക്ക് അങ്ങനെ ഒരു പെണ്ണിനെ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവർ പറഞ്ഞ അലിഗേഷന് സാധ്യതയുണ്ട്. ഇതൊരു ക്ലിനിക്കാണ്, സ്കിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ക്ലിനിക്കാണ്. അവിടെ പലതരം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പല ഔട്ട്ഫിറ്റിൽ വരുന്ന ആൾക്കാരുണ്ട്, പല ഇതിൽ വരുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ഈ ഗ്ലാസ് ഇട്ട് വന്നിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പോകും? പിന്നെ മെറ്റാ ഗ്ലാസ് കൊണ്ട് നിങ്ങൾ ഇറങ്ങണമെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഷൂട്ട് ചെയ്യണം എന്ന് പറയുന്ന പ്ലാനിങ്ങിലാണ് ഇറങ്ങിയത് അല്ലേ? ഇന്നിത് പോയി ഇതെല്ലാം ഷൂട്ട് ചെയ്ത് എക്സ്പോസ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് നിങ്ങൾ ഇറങ്ങുന്നത്. അപ്പോൾ അതിന് തലേ ദിവസം മുമ്പേ നിങ്ങൾ ഇതിൻ്റെ പ്ലാനിങ് തുടങ്ങി എന്നല്ലേ പറയുന്നത്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ലോങ് വീഡിയോയിൽ ഇതൊക്കെയല്ല പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഡേ നിങ്ങൾ പ്ലാൻ ചെയ്തു ആക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ മെറ്റാ ഗ്ലാസ് കൊണ്ട് ഷൂട്ട് ചെയ്തൊരു സാധനം ഒരിക്കലും നല്ലതല്ല. ആൻഡ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഇരുന്ന് സംസാരിച്ച് ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കായിരുന്നു. ആൻഡ് ഇപ്പോൾ ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ ഇത്ര ഡിസ്കഷൻ ആയതിന് നിങ്ങൾ ഇത്രത്തോളം ഹേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് നിങ്ങളാണ്. നിങ്ങൾ വന്ന് കൊണ്ടുപോയിട്ട് ഓരോന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾക്കാർ അവരുടെ അഭിപ്രായം പറയും. അവരുടെ അഭിപ്രായം കേൾക്കുന്ന സമയത്ത് നമുക്ക് പറയാനുള്ള നമ്മൾ പറയും. നമ്മളിപ്പോഴും പറയുന്നു കല്യാണീൻ്റെ വീഡിയോ വരാൻ വെയിറ്റിംഗ് ആയിരുന്നു. ഇന്നാണ് കല്യാണീൻ്റെ വീഡിയോ വന്നത്. ഞാൻ നാളെ ഇതേ കണ്ടന്റ് കല്യാണീൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യും. ദാറ്റ് വിൽ ബി ദ സെക്കൻഡ് പാർട്ട്. സോ എല്ലാവരും ആ വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യും. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അമി അൺഫിൽറ്റേർഡ്.